എൻ്റെ പേര് റിൻസി, ഇതെൻ്റെ മകൾ ടെസ. ഞങ്ങൾ കോട്ടയത്തു നിന്ന് വരുന്നു. 2024 മെയ് 28-നാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഡയറക്റ്റ് വന്ന ആദ്യം, കാരണം ഞാൻ മസ്കറ്റിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സായിരുന്നു. എനിക്കൊരു മിനിസ്ട്രി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ വളരെ ആഗ്രഹമായിരുന്നു. ഞാൻ വെക്കേഷൻ വന്ന സമയത്ത് ഇൻ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. ഡേറ്റൊന്നും അങ്ങനെ കിട്ടുന്നൊന്നുമില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ മെയ് 28, 2024 ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഡേറ്റ് വെച്ചാണ് പ്രാർത്ഥിച്ചത്. ജനുവരി 15 മുൻപ്, അതായത് 2025 ജനുവരി 15 മുൻപ് എനിക്ക് മിനിസ്ട്രി ഹോസ്പിറ്റലിൽ ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. അന്നേരം ഒന്നും ഇൻ്റർവ്യൂ ഒന്നും നടക്കുന്നില്ലായിരുന്നു. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് വെളിയിലിറങ്ങി മൊബൈലിൽ ചെക്ക് ചെയ്തപ്പോഴത്തേന് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നു. അത് ജനുവരി 9, 10, 11 പക്ഷേ എനിക്ക് ജൂൺ 9, 10, 11 അത് 2024. എനിക്ക് ജൂൺ 4 തിരിച്ച് റീജോയിൻ ചെയ്യണമായിരുന്നു മസ്കറ്റിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. ഞാൻ എന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. മാതാവ് എനിക്കൊരു വഴി കാണിച്ചു തരണം, കാരണം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതാണ്, എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ മനസ്സിന് തോന്നി ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ എന്ന്. അങ്ങനെ ഞാൻ ഒരാഴ്ചയും കൂടി ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ജൂൺ 10, 2024 ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ടോട്ടൽ 35 പേരുണ്ടായിരുന്നു എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. ഞാനായിരുന്നു ലാസ്റ്റ് കാൻഡിഡേറ്റ്. അപ്പോഴും ഞാൻ മുറുക്കെ മാതാവിൽ വിശ്വസിച്ചു. കാശുരൂപം അപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഹോൾ ടിക്കറ്റ് ഞാൻ ഉപ്പ് വെച്ച് പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോഴെല്ലാം എനിക്ക് ഉറച്ച് വിശ്വാസമായിരുന്നു എനിക്ക് കിട്ടുമെന്ന്. എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. റിസൾട്ട് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്സായി. മാതാവിൻ്റെ സന്നിധിയിൽ ഞാൻ ഉടമ്പടി വെച്ച അതേ ഡേറ്റിൽ, ആ സമയത്ത് തന്നെ എനിക്ക് 2025 ജനുവരി 15 മുൻപ് തന്നെ, അതായത് ജനുവരി 6 ഞാൻ മിനിസ്ട്രി ഹോസ്പിറ്റലിൽ ജോലിക്ക് ജോയിൻ ചെയ്തു. എനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിട്ടുന്നതിനേക്കാൾ മികച്ച നല്ല സേവനങ്ങളായിരുന്നു അവിടെ എനിക്ക് കിട്ടുന്നത്. ഇപ്പോഴും ഞാൻ അവിടെ ജോലി കണ്ടിന്യൂ ചെയ്യുകയാണ്. അതുപോലെ 2022 ഫെബ്രുവരിയിൽ ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തു. എനിക്ക് 3 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതുപോലെ ഞാൻ ഡയബറ്റിക്കാണ്. ഡയബറ്റിക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. PCOD ഉണ്ടായിരുന്നു, യൂട്രൈൻ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അതിനൊന്നും ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ലായിരുന്നു. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തു. അങ്ങനെ എനിക്ക് മാതാവ് 2022 ഫെബ്രുവരി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. 2022 മാർച്ച് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ അതെനിക്ക് പോസിറ്റീവായിരുന്നു. 2022 നവംബർ 9 മാതാവ് എനിക്കൊരു പെൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. അതാണ് ഇവള്. അതുപോലെ ഞാൻ 2021 ഓൺലൈൻ വഴി എൻ്റെ സിസ്റ്റർ-ഇൻ-ലോയ്ക്ക് ഒരു ജോലിക്ക് വേണ്ടി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ആൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ആൾക്ക് മസ്കറ്റിൽ മിനിസ്ട്രിയിൽ തന്നെ ഒരു ജോലി കിട്ടുകയും മാതാവ് കൂടുതൽ അവളെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് എൻ്റെ മാതാവ് എൻ്റെ ജീവിതത്തിൽ നടത്തി തന്ന അനുഗ്രഹങ്ങൾ. ഞാൻ ഉടമ്പടി എടുത്ത വഴി എനിക്ക് കൂടുതൽ മാതാവിനോട് അടുക്കുകയും മാതാവിനോട് കൂടുതൽ അടുത്ത് ജീവിക്കാനൊക്കെ എനിക്ക് സാധിക്കുന്നു. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു നേഴ്സാണ്. ഒരു നേഴ്സ് ചെയ്യുന്നതിലുപരി എനിക്ക് അവിടെ വരുന്ന രോഗികളെ കൂടുതൽ പരിചരിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലുകളിലാണെങ്കിലും പത്രവിതരണം നടത്തുകയും എന്നിലൂടെ എനിക്ക് കുറേ ആളുകളോട് മാതാവിൻ്റെ കാര്യങ്ങൾ പറയുകയും മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ പങ്കിടുകയും ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതുവഴി കൂടുതൽ പേർ ഓൺലൈൻ വഴിയാണെങ്കിലും ഉടമ്പടി എടുക്കുകയും അവർക്കും അവരുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുകയും ചെയ്യുകയും എന്ന് അവരെന്നോട് പറഞ്ഞു. ഇനിയും എൻ്റെ മാതാവിനോട് കൂടുതൽ അടുത്ത് ജീവിക്കാനാണ് ഞാനും എൻ്റെ കുടുംബവും ആഗ്രഹിക്കുന്നത്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ 29, 30 തിരുവചനങ്ങൾ ഇപ്രകാരം അരുളി ചെയ്യുന്നു: തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ
ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. റിൻസി റിജോ തൻ്റെ ദൈവാനുഭവ സാക്ഷ്യങ്ങൾ അത് ഉടമ്പടിയിലൂടെ കിട്ടിയ അനുഭവങ്ങളായിട്ട് ആ മകൾക്ക് ബോധ്യത്തിലുള്ളപ്പോഴാണ് ആ മകൾ ഇവിടെ വന്ന് ഇത് പങ്കുവെച്ച് നമ്മുടെ മുൻപിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അതായത് തൻ്റെ ജീവിതത്തിൽ താനൊരു നേഴ്സാണ്, എന്നാൽ ഒരു പ്രൈവറ്റ് ഫേമിൽ മാത്രം താൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് തനിക്ക് ഗവൺമെൻറ്റിലേക്ക് ജോലി വേണം, MOH. അപ്പോൾ ആ ഒരു ഇൻറ്റൻഷൻ ഈ മകൾക്കുണ്ടായിരുന്നു. അതെങ്ങനെയാണ് പിന്നീട് സമയത്തിൻ്റെ ചുരുക്കം, അത് ഉടമ്പടിയുടെ ഒരു പ്രധാന കണ്ടൻ്റാണ്. ഈ മകൾക്ക് അതുവരെയും ഒരു ഇൻ്റർവ്യൂവും ഓപ്പൺ ആകുന്നില്ല. എന്നാൽ താൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അത് ഉടമ്പടി എടുത്ത് പുറത്തിറങ്ങുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നു, ഇൻ്റർവ്യൂവിനുള്ള ദിവസങ്ങൾ കാണിക്കുന്നു. അവിടെയും താൻ പോകേണ്ട ലീവിൻ്റെ ദിവസങ്ങളുണ്ട്. അതിനുശേഷമാണ് ഉടമ്പടി, ലീവ് കഴിയും. വീണ്ടും ഒരു പ്രചോദനം ലഭിച്ചു എന്നാണ് റിൻസി പറയുന്നത്. നീ ലീവ് നീട്ടിയെടുക്കുക. അങ്ങനെ ഈ മകൾക്ക് ലീവ് നീട്ടിയെടുക്കുവാനും തൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഏറ്റവും നല്ല ഒരു റിസൾട്ട് ഈ മകൾക്ക് കിട്ടി. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ MOH ജോലി ലഭിക്കുന്നു, സാലറി ഇൻക്രിമെൻ്റ് ലഭിക്കുന്നു. അങ്ങനെ അമ്മ തന്നെ തൊട്ട ദിവസങ്ങളായിട്ട് തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ആദ്യ അനുഭവങ്ങൾ തന്നെ റിൻസിക്ക് ഉണ്ടാവുകയാണ്. അതോടൊപ്പം തന്നെ തൻ്റെ കുഞ്ഞിൻ്റെ കാര്യം, അതായത് ഈ മകൾ ഡയബറ്റിക് പേഷ്യൻ്റാണ്, അതോടൊപ്പം തന്നെ തൈറോയിഡ് ഇതെല്ലാം ഉണ്ട്. തനിക്ക് ഫൈബ്രോയിഡ് എല്ലാം ഉള്ളപ്പോൾ തന്നെയും അതിനൊന്നും മെഡിസിൻ എടുത്തിരുന്നില്ല. താൻ എടുത്തിരുന്ന മെഡിസിൻ ഷുഗറിൻ്റേത് മാത്രമായിരുന്നു. എന്നിട്ട് അമ്മയോട് ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യം ചെയ്യുന്നത്. ആ ഓൺലൈൻ ഉടമ്പടിയിലൂടെ അമ്മ തനിക്ക് എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ നൽകിയതെന്നും യാതൊരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ, ഇതിനൊന്നും യാതൊരു ട്രീറ്റ്മെൻറ്റും എടുക്കാതെ അതേ അവസ്ഥയിലുള്ളപ്പോൾ തന്നെ ഒരു കുഞ്ഞിനെ പ്രദാനം ചെയ്ത, തൻ്റെ ജീവിതത്തെ സന്തോഷമുള്ളതാക്കിയ ആ ഒരു അനുഭവം ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുന്നു. അങ്ങനെ താൻ മൂലം ഒത്തിരിയേറെ പേർ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനിടയായതും തൻ്റെ ഉത്തരവാദിത്വത്തിൽ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുമ്പോൾ തൻ്റെ ജോലിയേക്കാൾ ഉപരി അത് കർത്താവിനെ ശുശ്രൂഷിക്കുന്ന, അതായത് രോഗി ശുശ്രൂഷ, രോഗി പരിചരണം, അതിനെ അങ്ങനെ മാത്രം കണ്ടുകൊണ്ട് തൻ്റെ സമയത്തിൽ കൂടുതലും തൻ്റെ ആരോഗ്യത്തിൽ കവിഞ്ഞും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചിലവിടുവാനും അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായും പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായും ഒക്കെ സമയം ചിലവഴിക്കുവാനുമൊക്കെ തനിക്ക് സാധിച്ചു. ഇനിയും തൻ്റെ ജീവിതത്തിൽ താൻ ഉടമ്പടി ഏറ്റവും നന്നായി മുമ്പോട്ട് കൊണ്ടുപോകും. ഇത് അമ്മ നൽകിയ ഒരു കനിഞ്ഞു നൽകിയ ഒരു കൃപയാണ്, അമ്മ ഈശോയിലൂടെ വാങ്ങിത്തന്ന കൃപയാണ് എന്ന് ഈ മകൾ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ന് തനിക്ക് വീണ്ടും ഈ ഉടമ്പടി ജീവിതം ഇവിടെ വന്ന് പുതുക്കുവാനും തുടർന്നും മുമ്പോട്ട് പോകുന്നത് ഈ ജീവിതത്തിലായിരിക്കുമെന്ന് പറയുവാനും ഈ മകൾക്ക് സാധിച്ചത്. അതുകൊണ്ട് തന്നെ കർത്താവിൽ ആശ്രയിക്കുന്നവർ അവർ തളർന്നു പോവുകയില്ല. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഓടിയാൽ തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയുമില്ല. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.